അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ആരും മലേഷ്യക്ക് പോകുന്നില്ല, ട്രിപ്പൊന്നും പോകുന്നില്ല, അപ്പോൾ അനക്ക് സമാധാനമായില്ലേ, സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചി രേവതിയും വരുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായി, നിനക്ക് ഇപ്പോൾ എന്താ കൊണ്ടാണ് സന്തോഷമായത് ഞങ്ങൾക്ക് മനസ്സിലായി, അപ്പോൾ എന്തുകൊണ്ട് എന്നൊക്കെ, അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ എന്തായാലും ശ്രുതി മുണ്ടാതെ മേലെ റൂമിലേക്ക് പോകുന്നുണ്ട്. മുകളിലേക്ക് പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയെ വിളിക്കാൻ പോകേണ്ട ആ സമയത്ത് നമ്മൾ ശ്രുതിയോട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിനക്ക് കോടിക്കണക്കിൽ സ്വത്തുണ്ട് എന്നല്ലേ പറഞ്ഞ്, അതൊക്കെ നമ്മുടെ കൈവിട്ട് പോവോ ചോദിക്കുന്നുണ്ട്. അതൊന്നും പോവില്ല ആൻറ്റി, അതൊക്കെ നോക്കാം, അവിടെ ആൾക്കാരുണ്ട്, അതൊക്കെ നമുക്ക് തന്നെ കിട്ടും നമ്മുടെ ശ്രുതി ചന്ദ്രയോട് പറയുന്നുണ്ട്. എന്തായാലും അവൾ പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണമൊന്നും ഇപ്പോൾ വേണ്ട, ആൻറ്റി പോയി കഴിച്ചു, എനിക്ക് ഒന്നിനും സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രനെ താഴത്തേക്ക് പറഞ്ഞയക്കേണ്ടത്. എന്നാൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ സച്ചി ശ്രുതിയോട് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ ആത്മാവ് ഇങ്ങനെ നടക്കുന്നുണ്ട്, ഗതി കിട്ടാതെ നടക്കുന്നുണ്ട്, അത് നിൻ്റെ ശ്രുതിയുടെ മേലിൽ കയറി, എന്നിട്ട് അത് അവൾ നിന്നെ കൊല്ലും, നീ കണ്ടോ അയാളുടെ ആത്മാവ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ച് പറിക്കുന്നുണ്ട്, അത് ശരിക്കും ആത്മാവ് കൊല്ലുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും നമ്മളെ സച്ചിയാണെങ്കിൽ ബലികർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ശ്രുതിയെ കൊടുക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി വലിയ കാര്യത്തിൽ ചന്ദ്രോട് ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറഞ്ഞയച്ചിട്ട് അവൾക്കാണെങ്കിൽ വിശപ്പ് തുടങ്ങി. അവൾ മെല്ലെ എല്ലാവരും ഉറങ്ങിയ സമയത്ത് മെല്ലെ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ ദോശയൊക്കെ എടുത്ത് കഴിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് അറിയാതെ പ്ലേറ്റ് താഴെ വീഴുന്നുണ്ട്. പ്ലേറ്റ് താഴെ വീഴുന്ന ശബ്ദം കേട്ടിട്ട് നമ്മുടെ രേവതിയാണെങ്കിൽ നോക്കി വരുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണ്. അവളിത് കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. അവൾക്ക് എല്ലാ കള്ളത്തരും മനസ്സിലായി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.